ഗൾഫിൽ നിന്റെ മറ്റാളോട്ടല്ലേ യാറ, അവളുടെ അടുത്ത് വെച്ചുകൂടാവൻ. യാറയാണ് ഇവിടുത്തെ വിഷയം. എന്തൊക്കെയായിരുന്നു. സിദ്ധു ഊട്ടിയാലേ അവള് കഴിക്കത്തുള്ളൂ, ഉറക്കിയാലേ ഉറങ്ങത്തുള്ളൂ. സിദ്ധുവിനെക്കാളും ഇഷ്ടം അറബാബുവിനെയാണ്. നേരെ തിരിച്ച് അറബാബുവിനേക്കാളും ഇഷ്ടം സിദ്ധുവിനെയാണ്. എന്ത് തേങ്ങയാണെങ്കിലും ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മളറിയാത്ത എന്തൊക്കെ കഥകൾ ബാക്കി ഉണ്ടോ എന്തോ. അപ്പൊ യാറയാണ് നിന്റെ വിഷയം അല്ലേ? എന്തേ യാറനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പൊള്ളി, അങ്ങ് കൊണ്ട് കേറിയാ? പൊള്ളും, എനിക്ക് നല്ലോണം പൊള്ളും. ഇനി എന്റെ ആ പാവൻ പെൺകുച്ചിനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. കേട്ടാടാ പറയുന്നത് കേട്ടാ? എനിക്ക് വേണ്ടത് ഇത് തന്നെയായിരുന്നു. ആ നശിച്ചവളെ പറ്റി നിന്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണമായിരുന്നു. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ കണക്ട് ആവുന്നേ. ഇവിടെ ഒത്താൻ ഇത്രയും കൊല്ലം നാട്ടിലേക്ക് വരാതെ അവിടെ തന്നെ പെറ്റിയിടുന്നതേ അവള് ഒറ്റൊരുത്തി ഉള്ളതുകൊണ്ടല്ലേ. അതേടി അതെ, നിനക്കെന്താ പ്രശ്നം? ഞാനേ നാട്ടിലേക്ക് വന്നത് എനിക്ക് കൃത്യം അറിയാം അവളെ മിസ് ചെയ്യുന്നു, അതുകൊണ്ട് മാത്ര. പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരും കൂടെ പറഞ്ഞേക്കാം, യാറിനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവിന്റെ സ്വഭാവം കറക്റ്റ് എല്ലാവരും അറിയും. ഈ വൃത്തിയുടെ സ്വഭാവത്തിനെ പറ്റി ഇനി എന്തോന്ന് അറിയാൻ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നീ ചിന്തിച്ചതും കേട്ടതും ഒക്കെ ശരി തന്നെ. ഈ ലോകത്തെ യാറെ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ, നീ പോലും. പിന്നെ യാറെ നിന്നേക്കാളൊക്കെ വളരെ സുന്ദരിയാടി, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സിദ്ധു മതി നിർത്ത്. മതിയായിട്ടില്ല അമ്മ, ഇനിയും യാറയുടെ കാര്യങ്ങളെ ഇവൾ അറിഞ്ഞില്ലെങ്കിൽ അത് ഞാൻ യാറയോട് എന്റെ അടുത്ത് ചെയ്യുന്ന വലിയ ചതിയായി പോകും. അവൻ പറയട്ടേടാ, ഇത്രയും കൊല്ലം മനസ്സിൽ കൊണ്ടേ നടന്ന വിഗ്രഹം മുടഞ്ഞു പോട്ടെ. ലച്ചൂസേ, ഈ ലോകത്തെ ഞാനില്ലെങ്കിൽ യാറയില്ല, യാറയില്ലെങ്കിൽ ഞാനുമില്ല. അവളെ എന്റെ ശ്വാസമാണ്. മരുഭൂമിയിലെ വേനലിൽ സിദ്ധുവിന്റെ ഹൃദയത്തിൽ പെയ്ത മഴയാണ് യാറ. എന്റെ ഫോണൊന്ന് തരൂ. പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ യാറേനെ പറ്റി പറയാനുണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് ഒരു സിറ്റുവേഷനിൽ പറയാം. ഞാനിപ്പോ ചെന്നിട്ടെ യാറേനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് പറയണം ലച്ചു തൂക്കിയെന്ന്, വീട്ടിൽ പിടിച്ചെന്നു. ഉമ്മ അളയെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടേക്ക സത്യം തന്നെ. തന്നമ്മ സിദ്ധു എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. എന്താ വിഷയുടെ കാര്യം? അതിന് മക്കളെ നമ്മൾ നീ എന്തിനൂടെ? ഞാൻ ഈ വീട്ടിലുള്ളതല്ലേ, ഞാൻ അറിയണ്ടേ കാര്യങ്ങളൊക്കെ. നീ അപ്പുറത്ത് പോയ പറ. എന്തുടെ കാര്യം? പുറത്തു പോയേ. കേശുവേ, ഇനി അവള് വല്ല